നല്ല സമരിയാക്കാരൻ. സത്യത്തിൽ ആരാണ് നല്ല സമരിയാക്കാരൻ? ശരിക്കും നല്ല സമരിയാക്കാരൻ ഈശോയല്ലേ? ജെറൂസലമിൽ നിന്നും ജെറീക്കോയിലേക്ക് പോയ ആ മനുഷ്യൻ അപകടത്തിൽപ്പെട്ടപ്പോൾ സഹായിച്ച, എണ്ണയും വീഞ്ഞുമൊഴിച്ച് ശുശ്രൂഷിച്ച, അവന് വേണ്ടി സർവവും മാറ്റിവെച്ച ആ നല്ല സമരിയാക്കാരൻ അത് യേശു തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക. ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട ഒരേ ഒരു കാര്യം ഇതാണ്. എനിക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്ന, എനിക്ക് വേണ്ടിയിട്ട് മുറിവേറ്റ, എനിക്ക് വേണ്ടിയിട്ട് നഗ്നനാക്കപ്പെട്ട, എനിക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞപ്പമായി മാറിയ ആ നല്ല സമരിയാക്കാരൻ അത് യേശു തന്നെയാണ്. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു അപകടം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, ജീവിതത്തിൽ തകർച്ചകളുണ്ടാകുമ്പോൾ, ജോലി നഷ്ടമാകുമ്പോൾ, പഠനത്തിൽ ഭീതി ഉണ്ടാകുമ്പോൾ, ഇതുപോലെ ജീവിതത്തിൽ എവിടെയും പരാജയമായ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരാശ്വാസത്തിന് വേണ്ടിയിട്ട്, ഒരു കരുതലിന് വേണ്ടിയിട്ട് നമ്മൾ പലരെയും നോക്കും. ചിലപ്പോൾ നമ്മൾ ബന്ധുമിത്രങ്ങളായിരിക്കാം, സുഹൃത്തുക്കളിലേക്കായിരിക്കാം, മാതാപിതാക്കന്മാരിലേക്കായിരിക്കാം, മക്കളിലേക്കായിരിക്കാം, സഹോദരങ്ങളിലേക്കായിരിക്കാം, അല്ലെങ്കിൽ എന്നെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രതീക്ഷ വച്ച് പുലർത്തിയ അവരെ ആയിരിക്കാം. പക്ഷേ അവരൊക്കെ സഹായിക്കാതെ പോകുമ്പോൾ, അവരൊക്കെ നമ്മെ മൈൻഡ് ചെയ്യാതെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് വിഷമം തോന്നാറില്ലേ? സങ്കടം വരാറില്ലേ? ഓർക്കുക, നമ്മൾ അവരിലേക്കല്ല നോക്കേണ്ടത്. ഈ ലോകത്തിൽ പലരും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ മനസ്സിലാക്കണമെന്നില്ല. പലരും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മളെ സ്വീകരിക്കണമെന്നില്ല, ഒന്ന് ചേർത്ത് പിടിക്കണമെന്നില്ല, നമ്മുടെ സങ്കടം തിരിച്ചറിയണമെന്നില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിലെ സകല നൊമ്പരങ്ങളും, സകല വേദനകളും, എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാം അറിഞ്ഞ് എന്നെ ചേർത്ത് പിടിക്കാനായിട്ട്, എന്നെ ശുശ്രൂഷിക്കാനായിട്ട്, എന്നെ കൊണ്ടു നടക്കാനായിട്ട്, എന്നെ ആശ്വസിപ്പിക്കാനായിട്ട്, എനിക്ക് സൗഖ്യം നൽകാനായിട്ട് ആ നല്ല സമരിയാക്കാരൻ ഈശോ നിൻ്റെയും എൻ്റെയും കൂടെയുണ്ട്. തിരിച്ചറിയുക. ഗോഡ് ബ്ലെസ് യു.